ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ സീരിയലിൻ്റെ ടൈമും ഇടയ്ക്കിടയ്ക്ക് ഡേറ്റ് ചില ദിവസങ്ങളിലില്ല. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. വേറൊന്നുമല്ല, ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് കുറച്ച് വയ്യായ്മയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും കൃത്യസമയത്ത് തന്നെ ഇനി മുതൽ സീരിയലൊക്കെ ഇടാൻ ഞാൻ നോക്കാം. എല്ലാ മുത്തുമണീസും എനിക്ക് നല്ലൊരു സപ്പോർട്ട് തരണം കേട്ടോ. കാര്യം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഒരു ചാനൽ എടുത്ത് ഇത്രയും രീതിയിൽ എത്തിച്ചത്. ആ ഒരു സപ്പോർട്ട് എന്നും ഉണ്ടാകണം കേട്ടോ. അപ്പം നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ഇതുവരെയുള്ള എപ്പിസോഡൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇനി നാളെ വരാനിരിക്കുന്ന സീൻ എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. അങ്ങനെ നമ്മുടെ സുധീഷിനെ കൊണ്ടുപോയി നമ്മുടെ രാജീവും അരുണും ഹേമയും എല്ലാവരും കൂടെ ചേർന്നിട്ട് ചില പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യാണ്. അതായത് നിധിയെ വീട്ടിൽ പിടിച്ച് നിർത്തിക്കൊണ്ട് എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു ആലോചനകളിലാണ് ഇവർ നിൽക്കുന്നത്. പക്ഷേ ഒന്നും ഡയറക്റ്റ് നിധീനെ അറിയിക്കേണ്ട, അതായത് സുധീഷിനെ ഇവർക്ക് വലിയ കാര്യമാണ് എന്നുള്ള രീതിയിൽ ആണ് നിധിയുടെ മുമ്പിൽ വെച്ച് സംസാരിക്കണം. എന്നാൽ നിധി ഇല്ലാത്ത സമയത്തോ ഇവർ നേരെ അങ്ങ് തിരിയാണ് കേട്ടോ. അങ്ങനെ അതിരാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് നമ്മുടെ നിധി എല്ലാവരുടെയും അടുത്തോട്ട് പോകണം. അപ്പോൾ നമ്മുടെ രാജീവൊക്കെ കോഫി കുടിക്കുന്നുണ്ട്, അരുണുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ നിധി വരുന്നതിന് മുന്നേ തന്നെ രാജീവ് അരുണിനോട് പറയുന്നുണ്ട്, ഇത്രയും നേരം 8 മണിയായിട്ട് അവൻ എഴുന്നേറ്റില്ലല്ലോടാ, അവൻ സൂചിച്ച് അങ്ങനെ കിടക്കുകയാണ് എന്നൊക്കെയുള്ള ഒരു സംസാരം അച്ഛനും മോനും കൂടെ നടത്തുകയാണ്. അപ്പോഴാണ് നിധി വരുന്നത് കേട്ടോ. അപ്പോൾ ഹേമ അവർക്കെല്ലാം കോഫി കൊണ്ടുവന്നു. അപ്പം സാന്ദ്രയ്ക്കുള്ള കോഫി, സാന്ദ്ര കൊച്ചിനെ സ്കൂളിൽ വിടാനായിട്ടുള്ള തയ്യാറെടുപ്പ് ആയതുകൊണ്ട് കോഫി കുടിക്കാണ്ട് പോയിട്ട് ഹേമ എടുത്തുകൊണ്ട് വന്നു. അപ്പം നിധി കോഫി കുടിച്ചുകൊണ്ടിരിക്കവേ തന്നെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതായത് എത്ര നാളായി അമ്മയുടെ ഒരു കോഫി കുടിച്ചിട്ട്, അപ്പോൾ ഇപ്പോൾ കുടിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. എന്താ അവിടെ നിനക്ക് കോഫി ഇട്ട് തരാൻ ആരും ഇല്ലയെന്ന് ഹേമ ചോദിക്കുകയാണ്. അവിടെ നല്ല അടിപൊളി ചായ എന്ത് പറഞ്ഞാലും ഉണ്ടാക്കി തരും. സുഭാഷേട്ടൻ നല്ല എക്സ്പേർട്ട് കുക്കാ, അറിയോ. ചായ കുടിക്കുമ്പോൾ പിന്നെ ഈ കോഫി ആരാ ഓർക്കണേ. ഇവിടെ വന്നിപ്പോൾ ഇത് അമ്മയുടെ കയ്യിൽ നിന്ന് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. ആ ഒരു രുചി പഴയതൊക്കെ കയറി വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് സാന്ദ്രയ്ക്ക് എടുത്തു വെച്ചിരുന്ന കോഫി അവിടെ ഇരിക്കുക കേട്ടോ. അപ്പം നിധി പറഞ്ഞു, അമ്മ സാന്ദ്രയേട്ടത്തി വേറെ കോഫി എടുക്കുക, ഇത് ഞാൻ സുധീഷിന് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് നിധിയുടെ കോഫി അവിടെ വെച്ചിട്ട് നേരെ സുധീഷിന് കൊണ്ട് ഓടിപ്പോവാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഹേമ പറഞ്ഞു, എപ്പോൾ നോക്കിയാലും അവൻ്റെ പുറകെ തന്നെ സുധീഷിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കലും തിരക്കലും. രാജീവിനെ അരുണിനാണെങ്കിൽ അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് പാടില്ല, വെറും ഡ്രൈവറായിട്ട് കിടന്നവനാ. ഇപ്പം കണ്ടില്ലേ പട്ടുമ്പത്തെ കിടക്കണു നമ്മുടെ ഒരു ഗതികേട്. പക്ഷേ ഇവരുടെ ഉദ്ദേശം എത്ര ക്ഷമിക്കേണ്ടി വന്നാലും നിധിയെ ഇവരുടെ കൈവശമാക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. അപ്പം പതുക്കെ സുധീഷിനെ പല രീതിയിലും ഇങ്ങനെയൊക്കെ ആക്കിയെടുത്തു എങ്കിലും വരെ നിധീനെ ആക്കിക്കഴിഞ്ഞാൽ സുധീഷിനെ തട്ടി വെളിയിൽ കളയാം എന്നൊക്കെയുള്ള പല പദ്ധതികളാണ്. അപ്പോൾ ഈ സമയം നമ്മുടെ സുധീഷാണെങ്കിൽ ഒരു സ്റ്റാറ്റസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ആ കട്ടിലിൽ ചേർന്ന് മൈ വൈഫ് ഹോം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഹാപ്പി മൊമെൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ സ്റ്റാറ്റസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. എന്നിട്ട് അതിങ്ങനെ മറച്ചു പിടിച്ചു. അപ്പോൾ നിധി ചോദിച്ചു, എന്തേ ഒരു കള്ളത്തരമെന്ന് ചോദിച്ചു. ഒന്നുമില്ലാന്നേ, ഞാൻ ഒരു ഫോട്ടോയോ എന്ത് ഫോട്ടോ? അപ്പോൾ പറഞ്ഞു, അതെ ഞാനൊരു സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി ഒരു ഫോട്ടോ എടുത്തു, ഇങ്ങോട്ട് എടുത്തേ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ നിധി വായിച്ചു നോക്കിയാണ്. ഹാപ്പി മൊമെൻറ്റ് വിത്ത് മൈ വൈ ഹൗസ് എന്ന് പറഞ്ഞിട്ട് കുറേ ഡയലോഗൊക്കെ എഴുതി കയറ്റിയിരിക്കുകയാണ്. അപ്പോൾ നിധി പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ നാഴികയ്ക്ക് 100 വട്ടം എൻ്റെ വൈഫാണെന്ന് പറഞ്ഞിറക്കുന്നുണ്ട്. ഇനി ലോകം മുഴുക്ക അങ്ങോട്ട് അറിയിച്ചാലേ പറ്റുള്ളൂ എന്ന് ചോദിച്ചു. അല്ല, ഞാൻ വെറുതെ അത് മര്യാദയ്ക്ക് അങ്ങ് ഡിലീറ്റ് ചെയ്തേ എന്നിങ്ങനെ നമ്മുടെ നിധി പറയും കേട്ടോ. അപ്പോഴേക്കും സുധീഷ് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് നിൽക്കുക. എന്നിട്ട് പിന്നെ നിധി പോയി ആ കോഫി എടുത്ത് കുടിക്കുകയാണ്. അപ്പം ഹേമ പറയും, നിധിയുടെ അടുത്ത് പറയും, നീ ശരിക്കും മാറിപ്പോയി, രാജീവേട്ടൻ പറഞ്ഞത് ശരിയാ, നീ എപ്പോൾ നോക്കിയാലും സുധീഷിൻ്റെ പുറകെ നടക്കില്ല, അവരെ സേവിക്കില്ല. അമ്മ ഞാൻ എന്ത് സേവിച്ചെന്ന് അമ്മയും പറയണത്. പിന്നെ അവരെ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ കണ്ണ് പോലും നിറയാൻ അവരാരും സമ്മതിക്കില്ല, അങ്ങനെയാണ് എന്നെ അവർ നോക്കണത്. അപ്പോൾ സുധീഷ് ഇവിടെ നിൽക്കുമ്പോൾ സുധീഷിന് ഒരു കുറവും വരാണ്ട് നോക്കേണ്ട കടമ എൻ്റെ അല്ലേ അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയും. അതിനുശേഷം പിന്നെ കാണിക്കുന്ന രംഗം എന്ന് വെച്ചാൽ നമ്മുടെ ഹരീഷിനെയും നമ്മുടെ നീതുവിനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പ് അടയ്ക്കാൻ പോവാണ്. ആ സമയത്താണ് നമ്മുടെ നീതു വരണത്. അപ്പോൾ നീതു വന്നു കഴിയുമ്പോഴത്തേക്ക് അരുണൊക്കെ ഹരീഷിൻ്റെ ചിങ്കിടികളൊക്കെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അവർ പൊക്കോട്ടെ എന്നൊക്കെ ചോദിക്കുക. രാത്രി
രാത്രിയായി. നീതുവിൻ്റെ അച്ഛനെങ്ങാനും ഈ വഴി വരണ കണ്ടാലേ നല്ല വേറെ കോളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവന്മാർ പേടിപ്പിക്കണം. അതെ, നീ ഒന്ന് പോവാവോ എന്ന് പറഞ്ഞ് ഹരീഷ് അവനെ പറഞ്ഞു വിടാണ്. അപ്പോഴേക്കും നീതുവിന് ഹരീഷ് ശരിക്കും മാറി കേട്ടോ. ആ ഒരു സീനോടുകൂടി അതായത് സുഭാഷ് ചേട്ടനെ കിട്ടാവോ എന്ന് ചോദിക്കുന്ന ഒരു സീന് ഹരീഷ് ചോദിക്കുന്നുണ്ടല്ലോ, അതോടുകൂടി ഹരീഷ് ആകെ അങ്ങ് മാറുകയാണ്. പിന്നെ നീതുവിനോട് ശരിക്കും ഹരീഷിന് സ്നേഹം വരികയാണ്. അവർ തമ്മിലൊരു സ്നേഹമൊക്കെ അവിടെ പോവണിയാണ് കേട്ടോ. അപ്പം നീതുവിന് ഒരുപാട് സന്തോഷമായി. അപ്പം നീതു പറയുന്നുണ്ട് ഹരീഷ് പണ്ടത്തേനെക്കാട്ടിലും ഇപ്പോൾ ശരിക്കും മാറിപ്പോയെന്ന്. അപ്പോൾ അതേന്ന് പറയും. എന്നിട്ട് പിന്നെ രാത്രി ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ നിന്നെ കൊണ്ടാക്കാമെന്ന് ഇങ്ങനെ ഹരീഷ് പറയാം. അയ്യോ അതൊന്നും വേണ്ട. അപ്പോൾ ഹരീഷ് പറയുന്ന ഒരു കാര്യം ചെയ്യുക, നീ പൊക്കോ, ഞാൻ നിൻ്റെ പുറകെ വന്നോളാം എന്ന് പറയാം. അങ്ങനെ നീതു വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഹരീഷ് അതിൻ്റെ എസ്കൗട്ടായിട്ട് ഇങ്ങനെ പോകാനായിട്ട്. അങ്ങനെ അവർ തമ്മിൽ ശരിക്കും ആ ഒരു പഴയ അവൾ ആഗ്രഹിച്ചത്, നീതു ആഗ്രഹിച്ചതുപോലെയുള്ളൊരു സ്നേഹമൊക്കെ ഹരീഷിന് ഉണ്ടാവുകയാണ് കേട്ടോ. ശരിക്കും ഹരീഷ് അവളെ സ്നേഹിച്ച് തുടങ്ങുകയാണ്. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്ന വീണ്ടും നമ്മുടെ സുധീഷിനെയാണ്. അതായത് സുധീഷ് വന്ന് നോക്കുമ്പോൾ അച്ഛനും അമ്മയും ആങ്ങളെയും മോളും എല്ലാവരും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് വന്ന് നോക്കിയിട്ട് ഓടി റൂമിൽ പോകും കേട്ടോ സുധീഷ. എന്നിട്ട് ആ റൂമിൽ ഇരുന്ന് ആലോചിക്കണേ, ഇപ്പം ഞാൻ വിളിച്ചവൾ വന്നില്ലെങ്കിൽ ഞാൻ നാണം കെടും. അതേസമയം അവരെ മുന്നിൽ വെച്ച് ഞാൻ വിളിക്കുമ്പോൾ നിധിന്ന് വിളിക്കുമ്പോൾ അവൾ വരികയാണെങ്കിൽ അവർക്കതൊരടിയാവും. അങ്ങനെ സുധീഷ് പരീക്ഷിക്കുകയാണ്. നിധിന്നിങ്ങനെ നീട്ടി വിളിക്കാൻ കേട്ടോ. അപ്പോൾ ദേ വരണു എന്ന് പറഞ്ഞുകൊണ്ട് നിധി അപ്പം തന്നെ ചാടി ഇറങ്ങി ഓടുകയാണ്. അപ്പോൾ ഹേമ പറയും, ഓ എന്താ ഇവളെ ഒരു ഓട്ടം കണ്ടില്ലേ, അവൻ്റെ പുറകെ ഇങ്ങനെ നടക്കണം, അവനെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയണേ. അപ്പം നമ്മുടെ രാജീവിനൊക്കെ അങ്ങോട്ട് ദേഷ്യം വരണേ. അവർ വിചാരിക്കേണ്ട ലെവലിലൊന്നും ഇത് എത്തുമോ എന്നുള്ളതൊന്നും ഇവർക്കറിയില്ലല്ലോ. ഒടുവിൽ നിധി അങ്ങോട്ട് ചെല്ലണം കേട്ടോ. അപ്പം നിധി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് സുധീഷ് പറഞ്ഞു, അതെ കുളിക്കണമായിരുന്നു. അപ്പോൾ പറഞ്ഞ് കുളിച്ചു. അപ്പോൾ ചൂടുവെള്ളം ഉണ്ടാവുമോ? ഓ എന്നും ചൂടുവെള്ളത്തിലാണോ കുളിക്കണേ നിധി ചോദിക്കുക. അതല്ല, സുധീഷ് പറഞ്ഞു, ഇന്നലെ AC-യിലൊക്കെ കിടന്നിട്ട് ഒരു കുളിര്, അതുകൊണ്ടാന്ന് പറയാം. ആണോ? അതെ. അപ്പം നിധി പറഞ്ഞു കൊടുക്കും, ഇന്നതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റർ വർക്കിംഗ് ആണ്, സോളാറാണ്, വെള്ളം വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സുധീഷ് ഒരു ടവലൊക്കെ എടുത്ത് നിധി കൊടുക്കണു. സുധീഷ് ആ ടവലൊക്കെ എടുത്തുകൊണ്ട് അങ്ങനെ നന്നായിട്ട് കുളിക്കാനൊക്കെയുള്ള ആ ഒരു തയ്യാറെടുപ്പാണ്. ഇതേ സമയം നിധിക്ക് വീട്ടിലിരുന്നിട്ട് ബോറടിക്കണം. അങ്ങനെ സാന്ദ്രയുടെ അടുത്ത് ചെല്ലുമ്പോൾ സാന്ദ്ര കുഞ്ഞിന് സ്കൂളിൽ പോകാൻ ടൈമായി. അങ്ങനെ മോക്ക് ഫുഡൊക്കെ വാരി കൊടുക്കുകയാണ്. അപ്പോൾ സാന്ദ്രയുടെ അടുത്ത് പറയും, അതെ എനിക്ക് ശരിക്കും ബോറടിക്കണോ? ആണോ? എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം, മോളെ അമ്മയുടെ അടുത്ത് കൊണ്ടാക്കാനായിട്ട് പറയാം, എന്നിട്ട് നമുക്ക് പുറത്തോട്ട് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറയും. അപ്പോൾ പറയും നമുക്ക് അമ്പലത്തിൽ പോയാലോ? അപ്പോൾ സാന്ദ്ര പറയും, ഓ നീ ശരിക്കും മാറിപ്പോയി, ഇപ്പോൾ അമ്പലത്തിൽ അല്ല സാന്ദ്രയിട്ടത്തി, അവിടെ അമ്പലത്തിൽ എന്നും പതിവായിരുന്നു പോക്ക്. ഞാനും നികേഷൊക്കെ ആയിട്ട്, നികേഷ് കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനും അവനും കൂടെ സംസാരിച്ചൊക്കെ നടക്കും. പക്ഷേ ഇപ്പോൾ ആകെ ബോറുമല്ല, എന്തോ ബോറടിക്കുന്നു. എന്നൊരു കാര്യം ചെയ്യാം, അമ്മ അവളെ വിട്ടോളും, കുഞ്ഞിനെ വിട്ടോളും, ഞാൻ എന്തായാലും നിൻ്റെ കൂടെ അമ്പലത്തിൽ വരാമെന്ന് പറഞ്ഞ് സാന്ദ്രയും നിധിയും കൂടെ അങ്ങനെ അമ്പലത്തിലൊക്കെ പോവാണ് കേട്ടോ. അപ്പോൾ നിധി അമ്പലത്തിൽ പോയ സമയം സുധീഷിനാണെങ്കിൽ ഇനിയിപ്പോൾ റൂമിൽ ഒറ്റയ്ക്ക് കുളിയൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ടിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ലല്ലേ. വേണ്ട, ഇവിടെ ഇരിക്കേണ്ട, പുറത്തോട്ട് പോകാമെന്ന് കരുതിയിട്ട് സുധീഷ് പതുക്കെ താഴോട്ടിറങ്ങിയാണ്. ഈ സമയം നമ്മുടെ ഹേമ വന്നിട്ട് അരുണിൻ്റെ അടുത്ത് പറയും, മോനെ മോളുടെ സ്കൂൾ ബസ് പോയി, അപ്പോൾ നീ ഒന്ന് അവളെ ഒന്ന് കൊണ്ട് സ്കൂളിലാക്കണം, സ്കൂൾ ബസ് ലേറ്റ് ആണെന്നോ എന്തോ കംപ്ലൈൻ്റ് ആണെന്നോ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അരുൺ പറയും, നോക്കട്ടെ, അല്ലെങ്കിൽ നിനക്ക് തിരക്കാണെങ്കിൽ ഞാൻ കൊണ്ടാക്കാമെന്ന് അരുണിൻ്റെ അമ്മ പറയും. അപ്പോൾ ഇതേ സമയം നമ്മുടെ സുധീഷ് ഇങ്ങനെ അവരുടെ മുമ്പിൽ കൂടെ നടന്നു പോവുകയാണ്. അപ്പം നമ്മുടെ രാജീവ് പറയും, അതെ ഇവിടുത്തെ ഡ്രൈവർ എവിടെ പോയിക്കാണല്ലോ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ ഒരു ഡ്രൈവർ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് മറ്റൊരു ഡ്രൈവറെ തേടുന്നത്? ഡ്രൈവർ എന്നിങ്ങനെ നീട്ടി രാജീവ് വിളിക്കുമ്പോൾ സുധീഷ് സ്വിച്ച് ഇട്ട് കണക്ക് നിൽക്കണം കേട്ടോ. ടക്കന സുധീഷിന് മനസ്സിലായി എന്നെയാണ് വിളിക്കുന്നത്. അങ്ങനെ രാജീവ് അടുത്ത് വന്നിട്ട് പറയും, അതെ എന്തായാലും നിൻ്റെ ഡ്രൈവർ ഫീൽഡ് തന്നെയല്ല, അതൊരിക്കലും എത്ര തേച്ച് മാച്ച് കളഞ്ഞാലും പോകാൻ പോകുന്നില്ല. നീ ഒരു കാര്യം ചെയ്യുക, കൊച്ചിനെ സ്കൂളിൽ കൊണ്ടാക്കണം, പതിയെ കൊണ്ടുപോയി അതുപോലെ തിരിച്ച് കൊണ്ടുവരണമെന്നൊക്കെ പറയും. അപ്പോൾ സുധീഷ് ഒന്നും മിണ്ടൂല്ല കേട്ടോ. സുധീഷ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്ന സീനൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ ലാസ്റ്റായിട്ട് കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു സീനും കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഹരീഷ് വർക്ക്ഷോപ്പിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ആഹാരമൊക്കെ കഴിച്ച് അവരെല്ലാവരും കിടക്കുകയാണ്. ആ സമയം നീതു ഫോണിൽ ചാറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത്
എന്ത് ചെയ്യുക, ഫുഡൊക്കെ കഴിച്ചോ ചോദിക്കുന്നുണ്ട്. ഈ സമയം ഞാൻ വിളിക്കട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ ഹരീഷ് പറയും വേണ്ട വേണ്ട, ഈ സമയം വിളിക്കേണ്ട, എല്ലാവരും ഉണ്ട്, അതെന്താ ഞാൻ വിളിച്ചാൽ കുഴപ്പമെന്നൊക്കെ ഇങ്ങനെ നീ ഇത് ചോദിക്കുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് സീനൊക്കെ വരുന്നുണ്ട്. പിന്നെ വേറൊരു സീനും കൂടെ ഉണ്ട്. അതായത് നമ്മുടെ സുഭാഷ് ഒരു സ്ഥലത്ത് വർക്ക് സൈറ്റിൽ നിൽക്കേണ്ട 2 ദിവസം കൊണ്ട് പണിയൊക്കെ തീർത്തു കൊടുക്കണമെന്ന് പറയുമ്പം നമ്മുടെ സുഭാഷിൻ്റെ ഒരു ബായി ഉണ്ടല്ലോ, പണിക്കാരൻ ബായി. അപ്പോൾ പണിക്കാരൻ ബായി വരുന്നുണ്ട്. ബായിയുടെ കൂടെ ഒരു പെങ്ങൾ വരുന്നുണ്ട്. പെങ്ങളുടെ പേര് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി കേട്ടോ. ഒരു ഗുജറാത്തി ഹിന്ദിക്കാരിയാണ്. അപ്പം നല്ല ഐശ്വര്യമുള്ള ഒരു പെങ്കൊച്ചാണ്. അപ്പം ബായി കൊണ്ടുവന്ന് സുഭാഷിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അവൾ കൊണ്ടുവന്ന് സ്നാക്സൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചതാണ്, അപ്പോൾ അവൾക്ക് ഇവിടെ എന്തെങ്കിലും ജോലി നോക്കണം എന്നൊക്കെ പറഞ്ഞ് ബായി സുഭാഷിൻ്റെ കൂടെ സംസാരിക്കുകയാണ്. അപ്പം സുഭാഷും അവളുടെ അടുത്ത് അറിയാവുന്ന ഹിന്ദിയിലൊക്കെ ആ പെങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷേ നല്ലൊരു എന്തോ എവിടെയോ ഒരു സംതിങ് ഒരു റൊമാൻറ്റിക്കൊക്കെ ഫീൽ ചെയ്യുന്ന ലുക്കൊക്കെ ഉണ്ട് കണ്ടിട്ട്, സുഭാഷും ആ പെൺകുട്ടിയും കൂടെ ആയിട്ട്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു സീനൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഏകദേശം ഒരു ഇൻട്രോ നാളെ വരുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ അതിൽ കൂടുതലും നമ്മുടെ സുധീഷിൻ്റെയും നിധിയുടെയാണ്. രാജീവും അതുപോലെ തന്നെ രാജീവും പിന്നെ നിധിയും സുധീഷും അരുൺ എല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് പുതിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസമൊക്കെ കാണിച്ചതാണ് അതൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള പുതിയ ഐഡിയകളൊക്കെ ആയിരിക്കും ഇനിയിപ്പോൾ കൊണ്ടുവരുന്നത്. എന്തായാലും നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കേൾക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കുറച്ച് ദിവസമൊക്കെ മിസ്സിങ് ആയി പോയിട്ടുണ്ട് നമ്മുടെ വീഡിയോസൊക്കെ, അതൊന്നും ആരും ഒന്ന് കാര്യമാക്കേണ്ട. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയ്ക്ക് നല്ലൊരു സപ്പോർട്ട് തരുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി നാളത്തെ വരാനിരിക്കുന്ന കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ പ്രൊമോ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ഗുഡ് ഈവനിങ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.